കിയർ സ്റ്റാർമറുടെ ലേബർ സർക്കാർ ബ്രിട്ടനിൽ അധികാരത്തിൽ വന്ന കാലം മുതൽ ഭരണത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന നിയമനങ്ങളിൽ പലതും കടുത്ത വിവാദങ്ങളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴിതാ യുകെയിലെ വിദ്യാഭ്യാസ മണ്ഡലങ്ങളിൽ സമഗ്രമായ മേൽനോട്ടം വഹിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഓഫ്സ്റ്റഡിന്റെ ചെയർമാനായി ഇസ്ലാമിക മതനേതാവും മതപാഠശാലയുടെ തലവനുമായ ഹമീദ് പാട്ടേൽ എന്ന ആളിനെ നിയമിച്ചുകൊണ്ടാണ് കിയർ സ്റ്റാർമർ പുതിയ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുന്നത്. ഇത്തരമൊരു സംഭവം ഓഫ്സ്റ്റഡിന്റെ ചരിത്രത്തിൽ ഇത് ആദ്യത്തേതാണ്. എന്നാൽ സ്റ്റാർമർ അധികാരമേറ്റതിനു ശേഷം വിവിധ ക്യാബിനറ്റുകളിലും ബ്രിട്ടന്റെ യാഥാസ്ഥിതിക നയങ്ങൾക്ക് വിരുദ്ധമായ പലർക്കും നിയമനങ്ങൾ നൽകിക്കൊണ്ട് വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു. ഓഫ്സ്റ്റഡിന്റെ ചെയർമാൻ സ്ഥാനത്ത് കാലാവധി പൂർത്തിയാക്കിയ ഡെയിം ക്രിസ്റ്റിൻ റിയാൻ വിരമിക്കാൻ തയ്യാറായതോടെയാണ് ഇസ്ലാമിക മതപാഠശാല തലവനായ ഹമീദ് പാട്ടേലിനെ ഇടക്കാലത്തേക്ക് നിയമിച്ചുകൊണ്ട് ഉത്തരവിറക്കിയിരിക്കുന്നത്. പെൺകുട്ടികൾ ആഴ്ചയിലൊരിക്കൽ ഹിജാബ് ധരിക്കാനും ഖുർആൻ പാരായണം ചെയ്യാനും ഓഫ്സ്റ്റഡിന്റെ പുതിയ ചെയർമാൻ ഹമീദ് ആഹ്വാനം ചെയ്തു എന്ന തരത്തിലുള്ള വാർത്തകളും ഇപ്പോൾ യുകെയിൽ പ്രചരിക്കുന്നുണ്ട്. ജൂതന്മാരെ പന്നികൾ എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്തിരുന്ന സൗദി അറേബ്യൻ മതപണ്ഡിതനായ ഷെയ്ഖ് അബ്ദുൾ റഹ്മാൻ അൽ സുഡൈസിനെ യുകെയിലെ കുട്ടികളോട് സംവദിക്കാനായി ക്ഷണിച്ചും ഹമീദ് പാട്ടേൽ വിവാദം സൃഷ്ടിച്ചിരുന്നു. മതമൗലികവാദം യുകെയിലെ കുട്ടികളെ ബാധിക്കുമെന്ന ആശങ്കയും ഹമീദിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ യുകെയിൽ ശക്തമാണ്. യുകെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ ചിന്തകനും CBE സ്റ്റാർ അക്കാദമികളുടെ ചീഫ് എക്സിക്യൂട്ടീവുമായ ഹമീദ് 2019 മുതൽ ഓഫ്സ്റ്റഡ് ബോർഡിൽ അംഗമാണ്. നിരവധി വർഷങ്ങളായി വിവിധ തലങ്ങളിൽ വിദ്യാഭ്യാസത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന അദ്ദേഹം പുതിയ ചെയർമാൻ നിയമിക്കപ്പെടുന്നതുവരെ അദ്ദേഹം ഈ സ്ഥാനത്ത് തുടരുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. കഴിഞ്ഞ വർഷം സ്റ്റാർമർ സർക്കാർ അധികാരമേറ്റെടുക്കുമ്പോൾ 22-അംഗ ക്യാബിനറ്റിൽ നീതിന്യായ സെക്രട്ടറിയായും യുകെ ലോർഡ് ചാൻസലറായും നിയമിക്കപ്പെട്ടത് പാകിസ്ഥാൻ വംശജയായ ഷബാന മഹ്മൂദിനെയായിരുന്നു. കടുത്ത പാലസ്തീൻ പക്ഷപാതിയായ ഷബാന മഹ്മൂദ് നവംബറിൽ നടന്ന വെടിനിർത്തൽ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നത് തന്നെ കടുത്ത വിമർശനത്തിന് വഴിവെച്ചിരുന്നു. 2010 മുതൽ ബർമിംഗ്ഹാം ലേഡിവുഡിൽ നിന്നുള്ള എംപിയാണ് ഷബാന മഹ്മൂദ്. ആദ്യത്തെ മുസ്ലിം വനിതാ മന്ത്രിയായ അവർ റുഷ്നാര അലി, യാസ്മിൻ ഖുറേഷി എന്നിവർക്കൊപ്പം യുകെയിലെ ആദ്യത്തെ വനിതാ മുസ്ലിം എംപിമാരിൽ ഒരാളായിരുന്നു. 1.5 പതിറ്റാണ്ടുകളിലധികമായി പാലസ്തീൻ അനുകൂല നിലപാടെടുക്കുകയും പാലസ്തീൻ രാഷ്ട്രത്തിന്റെ അംഗീകാരത്തിനായി ആഹ്വാനം ചെയ്യുകയും ചെയ്ത ഇവർ ഇസ്രായേലിന്റെ നിലപാടുകളെ എതിർത്തുകൊണ്ട് പാലസ്തീൻ അവകാശങ്ങൾക്ക് വേണ്ടി കടുത്ത പ്രക്ഷോഭങ്ങളാണ് ഉയർത്തിയിട്ടുള്ളത്. അത്തരത്തിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിക നയങ്ങൾക്ക് പ്രാമുഖ്യം കൊടുക്കുന്നതും രാജ്യത്തെ ഇസ്ലാമികവൽക്കരിക്കാനുള്ള സ്റ്റാർമർ സർക്കാരിന്റെ നീക്കത്തിന്റെ ഭാഗമാണ് ഹമീദ് പാട്ടേലിനെ ഓഫീസ് ഫോർ സ്റ്റാൻഡേർഡ് ഇൻ എഡ്യൂക്കേഷന്റെ തലവനാക്കിയത് എന്നുമാണ് ബ്രിട്ടനിലെ പ്രതിപക്ഷ പാർട്ടികൾ ആരോപിച്ചിരിക്കുന്നത്. ആയതിനെ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് ഹമീദ് പാട്ടേലിന് അഭിനന്ദനങ്ങൾ അറിയിച്ചിരിക്കുന്നവരെല്ലാം അദ്ദേഹത്തെ പാകിസ്ഥാനിലെ ഓഫ്സ്റ്റഡ് ചെയർമാൻ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്നാണ് ഏറെ കൗതുകം. ഒരുപാട് അലങ്കാരങ്ങൾ ഹമീദ് പാട്ടേലിനെ സംബന്ധിച്ച് മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ നിയമനത്തിൽ ബ്രിട്ടനിലെ ജനങ്ങൾക്ക് കടുത്ത അസംതൃപ്തിയാണ് ഉളവായിരിക്കുന്നതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഈ നിയമന വാർത്തകൾ പങ്കിടുന്നവർ നിയമനത്തെ ഒരു തമാശയായിട്ടാണ് സോഷ്യൽ മീഡിയയിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു തീവ്ര മതവിശ്വാസി വിദ്യാഭ്യാസ രംഗത്ത് പ്രധാനപ്പെട്ട പങ്ക് വഹിക്കരുതെന്ന നിഷ്പക്ഷമായ നിലപാടുകളുള്ള ഗ്രൂപ്പുകളെല്ലാം തന്നെ ഹമീദ് പാട്ടേലിന്റെ നിയമനത്തിനെതിരെ ഇപ്പോൾ ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഒരു മുഫ്തിയാണെന്നും അതുകൊണ്ട് അദ്ദേഹത്തിന്റെ നിലപാടുകൾ ബ്രിട്ടന്റെ മതേതര മൂല്യങ്ങളുമായി യോജിച്ചു പോകുന്നില്ല എന്നുമാണ് യാഥാസ്ഥിതിക ബ്രിട്ടീഷ് സമൂഹം വാദിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ബ്രിട്ടന്റെ പരമ്പരാഗത വിശ്വാസമായ ക്രൈസ്തവികത ദിനംതോറും മൂല്യശോഷണം നേരിടുകയും പള്ളികൾ കൂട്ടമായി പൂട്ടപ്പെടുകയും ചെയ്യുമ്പോൾ മോസ്കുകളുടെയും പബ്ബുകളുടെയും എണ്ണം അവിടെ പെരുകുകയാണ്.